JP Astro Life-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഇടവമാസ ഫലമാണ്. ഇടവമാസ ഫലം എന്ന് പറയുമ്പോൾ കുംഭൻ രാശിക്കാരുടെ ഫലത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി 3-4 പാദങ്ങളും, ചതയം പൂരിട്ടാതിയുടെ ആദ്യത്തെ മുക്കാല് എന്ന് പറയുമ്പോൾ 1, 2, 3 പാദങ്ങളും ചേരുന്നതാണ് കുംഭൻ രാശിക്കാർ. ഇടവമാസത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് 6 ഗ്രഹങ്ങൾ രാശി മാറി സഞ്ചരിക്കുന്ന ഒരു മാസം എന്നതാണ്. മെയ് 14-ാം തീയതി രാത്രി വ്യാഴം രാശി മാറി 15-ാം തീയതി ഇടവമാസം 1-ാം തീയതിയായിട്ട് വരികയും ചെയ്തു. അപ്പോൾ ഇടവമാസം തുടങ്ങുന്നത് തന്നെ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടു കൂടിയാണ്. അതായത് ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് വ്യാഴം മാറിയ പുലരിയാണ് ഇടവമാസം ആരംഭിക്കുന്നത്. പിന്നീട് മെയ് 18-ന് രാഹു മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് മാറി. അതുപോലെ തന്നെ കേതു കന്യരാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും മാറി. ബുധൻ ഇടവമാസത്തിൽ മേടത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെയ് 23-ാം തീയതി മേടത്തിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറി. ജൂൺ 6-ന് വീണ്ടും ഇടവൻ രാശിയിൽ നിന്ന് ബുധൻ മിഥുനൻ രാശിയിലേക്കും മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. മെയ് 31-ന് ശുക്രൻ മീനൻ രാശിയിൽ ഉച്ചത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 31-ാം തീയതി അത് മേടൻ രാശിയിലേക്ക് രാശി മാറി. ചൊവ്വ കർക്കിടകത്തിൽ നീചരാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജൂൺ 7-ാം തീയതി കർക്കിടകത്തിൽ നിന്ന് ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് മാറി. ഇത്രയും ഗ്രഹങ്ങളുടെ ഒരു രാശിമാറ്റം സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ കുറച്ച് ദിവസം കൊണ്ട് അപൂർവമായ ഒരു കാഴ്ചയാണ്. അപ്പം ഗ്രഹങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് രാശി മാറുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് എല്ലാ മേഖലയിലും ഓരോ വ്യക്തിയിലും നമുക്ക് കാണാനും സാധിക്കും. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴരാണ്ട ശനിയും കണ്ടകശനിയും ഒന്നിച്ച് ജന്മരാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് ശനി രാശി മാറി 2-ാം ഭാവമായ മീനൻ രാശിയിലേക്ക് വരുന്നത്. മീനൻ രാശിയിൽ ശനി മാറുമ്പോൾ ശുക്രനും മീനത്തിൽ തന്നെ നിൽപ്പുണ്ട്. 12-ാം ഭാവാധിപൻ കൂടിയായ ശനി, അതുപോലെ കർമാധിപനായ ചൊവ്വ 6-ൽ കർക്കിടകത്തിൽ നിൽക്കുകയാണ്. ഇത് ഒരു ദീർഘയാത്രയെ സൂചിപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റും. 4-ാം ഭാവത്തിൽ നിന്ന് വ്യാഴം 5-ാം ഭാവത്തിലേക്ക് മാറുക എന്നതും വ്യാഴത്തിൻ്റെ ഒരു വലിയ മാറ്റമായിട്ട് നമുക്ക് കാണാം. കാരണം 4-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ വലിയ മെച്ചമൊന്നും ആർക്കും ചെയ്യത്തില്ല ഗോചരത്തിൽ. എന്നാൽ 5-ാം ഭാവത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് ഗോചരഭാവമാണ്. അതുകൊണ്ട് തന്നെ വ്യാഴം ഇഷ്ടഭാവത്തിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ജാതകത്തിൽ ഈ 5-ാം ഭാവത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ അതിൻ്റേതായ പല മെച്ചങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടാകും. വ്യാഴം 1 വർഷം മിഥുന രാശി സഞ്ചരിക്കുകയും ചെയ്യും. ഇതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റം വരും എന്നുള്ളതേ ഉള്ളൂ. അപ്പം 4-ാം ഭാവം എന്ന് പറയുന്നത് വീട്, വാഹനം, മാതാവ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അവിടെ നിന്ന് 5-ാം ഭാവത്തിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു വീട് മാറ്റം അല്ലെങ്കിൽ ഒരു താമസം മാറ്റം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ സൂചിപ്പിക്കാം. അതായത് വീട്ടിൽ നിന്ന് ഒന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം പലർക്കും ഉണ്ടാകാം. പഠനത്തിനായിട്ടോ ജോലിക്കായിട്ടോ വേണ്ടി കടൽ കടന്നുള്ള വിദേശയാത്ര ഉണ്ടാകാനുള്ള സാധ്യതയെ വരെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ സാമ്പത്തിക ചിലവുകളൊക്കെ വർദ്ധിക്കും. ശുക്രൻ ഉച്ചരാശിയായ 2-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 2-ാം ഭാവത്തിലും 3-ാം ഭാവത്തിലുമൊക്കെ ശുക്രൻ നിൽക്കുമ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ശുക്രനെ സംബന്ധിച്ചില്ല. പ്രത്യേകിച്ച് ശുക്രൻ അനിഷ്ടഭാവസ്ഥിതനായി ദുർബലനായി ഏതെങ്കിലും തരത്തിൽ ദോഷവാനായിട്ടൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മേടൻ രാശിയിലേക്ക് വരുന്ന ശുക്രൻ ചൊവ്വയുടെ രാശി ആയതുകൊണ്ടും അതുപോലെ തന്നെ മീനത്തിലെ ശുക്രന് ശനിബന്ധം വന്നതുകൊണ്ടുമൊക്കെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കൂടാ എന്നൊന്നുമില്ല. എങ്കിലും മീനത്തിലെ ശുക്രൻ എന്ന് പറയുന്നത് ധനധാന്യ സമൃദ്ധിയും വിശേഷ വസ്ത്രാഭരണ ലാഭവും രാജബഹുമാനവും ഒക്കെ നൽകുന്ന ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത്. 2-ാം ഭാവം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായും കുടുംബപരമായും ഒക്കെ തന്നെ മെച്ചമുണ്ടാകുന്ന ഒരു മാറ്റത്തിൻ്റെ സൂചന എന്ന് വേണമെങ്കിൽ പറയാം. ശുക്രൻ മേടത്തിലേക്ക് രാശി മാറുമ്പോഴും 3-ാം ഭാവത്തിൽ വരുമ്പോൾ
അത് ദൂരദേശത്തുള്ളവരുമായിട്ടൊക്കെ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാകാം. കാരണം ചരരാശിയാണ്, അത് ദൂരത്തെ സൂചിപ്പിക്കുന്നതാണ്, ദൂരദേശത്തെ സൂചിപ്പിക്കുന്നതാണ്, മാറ്റത്തെ സൂചിപ്പിക്കുന്നതാണ്. മൂന്നാം ഭാവം കമ്മ്യൂണിക്കേഷനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വിദേശത്തുള്ളവരുമായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടാകാനും അത്തരത്തിൽ ചിലപ്പോൾ ഒരു ദൂരദേശ യാത്രയ്ക്കുള്ള അവസരം ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. ശുക്രൻ മേടത്തിൽ സഞ്ചരിക്കുമ്പോഴായാലും ധനലാഭവും സ്ഥാനമാനങ്ങളും വസ്ത്രലാഭവും അതുപോലെ ആഭരണ ലാഭവും ഇതെല്ലാം തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം വരും. പിന്നെ ചൊവ്വയുടെ രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതായത് ശുക്രനും ചൊവ്വയും തമ്മിൽ ബന്ധിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ, നിങ്ങളുടെ ജാതകത്തിൽ വന്നാൽ, അത് ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാക്കും. ബുധനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ പുരോഗതി, തൊഴിൽപരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ പുതിയ പുതിയ സൗഹൃദ ബന്ധങ്ങൾ, സാമ്പത്തികമായുള്ള ലാഭം, അതുപോലെ ബന്ധുഗുണം, കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ ഒരു യോജിപ്പ്, ഇതിനെയെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. കാരണമെന്ന് പറയുമ്പോൾ ബന്ധുസഹായവും സുഹൃത്തുക്കളുടെ സഹായവും പഠനത്തിലും അതുപോലെ തന്നെ തൊഴിലിലുമൊക്കെ ഒരു മാറ്റം സംഭവിക്കാനുള്ള അനുകൂലമായ സമയമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ജൂൺ 7 മുതൽ 7-ാം ഭാവത്തിൽ വരുന്ന ചൊവ്വ പല തടസ്സങ്ങളെയും ഉണ്ടാക്കും. അപ്പം ജൂൺ 7-ന് മുമ്പെന്ന് പറയുമ്പോൾ 6-ാം ഭാവത്തിലാണ് ചൊവ്വ. 6-ാം ഭാവത്തിലെ ചൊവ്വ എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമുള്ള കേസൊന്നുമല്ല. 3, 6, 11 പാവഗ്രഹങ്ങൾ വരുമ്പോൾ അത് വലിയ ദോഷമൊന്നും ചെയ്യില്ല. പക്ഷേ 7-ാം ഭാവത്തിൽ കേന്ദ്രസ്ഥാനത്ത് ചൊവ്വ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തടസ്സത്തെ സൂചിപ്പിക്കും. 7-ാം ഭാവം മാർഗസ്ഥാനമായതുകൊണ്ട് വഴിമുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. പല കാര്യങ്ങൾക്കും തടസ്സം വരും. പങ്കാളിയുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. തൊഴിൽ സംബന്ധമായിട്ടൊക്കെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. അതുപോലെ കർമാധിപനായ ചൊവ്വയാണ്. ചില കാര്യത്തിൽ ഗുണം ചെയ്യാമെങ്കിലും വഴിമുടക്കം പോലെയും അതുപോലെ തടസ്സം പോലെയും പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഒരു കാര്യത്തിന്, ഇപ്പോൾ 7-ലെ ചൊവ്വ എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ ഒരു പ്രാവശ്യം പോകുന്നതിന് പകരം പല പ്രാവശ്യം പോയാലും ചിലപ്പോൾ കാര്യം സാധിച്ചെന്ന് വരത്തില്ല. അതുപോലെ യാത്ര കൊണ്ട് ദുരിതമുണ്ടാകാം, ചിലപ്പോൾ അപകട സാധ്യതയും വരാം, യാത്രാ ക്ലേശങ്ങൾ അനുഭവിക്കാം. ഇതെല്ലാം തന്നെ 7-ലെ ചൊവ്വ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വ്യാഴത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ അനുകൂലമാണ്. കാരണം കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം അത് പുണ്യസ്ഥാനത്താണ്. 11-ാം ഭാവാധിപനായ വ്യാഴമാണ് 5-ാം ഭാവത്തിൽ വരുന്നത്. 5-ാം ഭാവം എന്ന് പറയുമ്പോൾ സന്താനങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്, മനസ്സിനെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം സന്താനങ്ങളുടെ കാര്യത്തിലും മനസ്സിനുമൊക്കെ ഒരു സന്തോഷവും നല്ല അനുഭവങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുത്രലാഭം എന്ന് വേണമെങ്കിലും പറയാം. സന്താന ഗുണം എന്ന് മാത്രമല്ല, സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, ജോലി എന്നീ കാര്യങ്ങൾക്കൊക്കെ ഗുണം ഉണ്ടാകുന്നത് പോലെ തന്നെ സന്താനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നവർക്കും പുത്രലാഭം ഉണ്ടാകാനുള്ള സമയം എന്ന് വേണമെങ്കിലും 5-ലെ വ്യാഴത്തെ സൂചിപ്പിക്കാം. വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും നല്ല സമയമാണ്. കുംഭൻ രാശിക്കാർക്ക് 4-ൽ വ്യാഴം അത്ര വലിയ മെച്ചമൊന്നും നൽകത്തില്ല. പക്ഷെ 5-ലെ വ്യാഴം, അതായത് 4-ൽ നിന്നാണല്ലോ വ്യാഴം 5-ാം ഭാവത്തിലേക്ക് മാറിയത്. അപ്പോൾ ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് വ്യാഴം മാറുമ്പോൾ അത് എല്ലാവിധ ഗുണങ്ങളും അവർക്ക് നൽകും. അതിനെന്തെങ്കിലും കുറവ് വരണമെങ്കിൽ ജാതകത്തിൽ നിങ്ങൾക്ക് വ്യാഴം അനുകൂലമല്ലാതെ ബലഹീനനായി അനിഷ്ടഭാവത്തിലൊക്കെ നിൽക്കുന്നവരായിരിക്കണം. ഗോചരത്തിൽ വ്യാഴം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന എല്ലാ ഗുണങ്ങൾക്കും മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അതായത് വേദസ്ഥാനത്ത് ഗ്രഹങ്ങളുണ്ടോ എന്ന്. 5-ാം ഭാവമായ വ്യാഴം ഗോചരസ്ഥാനമാണ്. വ്യാഴം 5-ൽ സഞ്ചരിക്കും. എന്നാൽ 4-ൽ ഗ്രഹങ്ങളുണ്ടോ എന്ന് നോക്കുമ്പോൾ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 4-ൽ സൂര്യനാണ്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ഗുണത്തെ തൽക്കാലം ഇടവ് മാസം കുറയ്ക്കാൻ ആദിത്യന് സാധിക്കും എന്നതാണ്. അതായത് ഇടവ് മാസം 100% വ്യാഴത്തിൻ്റെ ഗുണം നമുക്ക് ലഭിക്കണം എന്നില്ല. അതിന് 4-ലെ സൂര്യൻ്റെ മോശമായ അവസ്ഥയ്ക്ക് പരിഹാരം ചെയ്യുക എന്നതാണ്.
സൂര്യൻ സൂചിപ്പിക്കുന്നത് ശിവനുമായി ബന്ധപ്പെട്ട ദേവതകളെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ശിവന് ധാര നടത്തുക, അതുപോലെ തന്നെ ഒരു കൂവളമാല സമർപ്പിക്കുക. പിന്നെ ഇടവൻ രാശിയിലെ സൂര്യൻ എന്ന് പറയുമ്പോൾ സ്ത്രീരാശി ആയതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരു ദേവതയെ സൂചിപ്പിക്കുന്നുണ്ട്, അത് യക്ഷിയമ്മയാണ്. അപ്പം അങ്ങനെയുള്ള ഏത് ക്ഷേത്രത്തിലായാലും ഉപദേവന്മാരായിട്ട് അവർ കാണും. അവർക്ക് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ വറ നിവേദ്യം അത് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള വഴിപാട് നടത്തുമ്പോൾ ആദിത്യൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയ കുറവൊക്കെ വരും. സൂര്യൻ അധികാരികളെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. സർക്കാരിനെയും മേലുദ്യോഗസ്ഥന്മാരെയും തലപ്പത്തുള്ളവരെയും, അതുപോലെ വീട്ടിലാണെങ്കിൽ പിതാക്കന്മാരെയും, അതായത് പിതൃസ്ഥാനത്ത് നിൽക്കുന്നവരെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അധികാരികളിൽ നിന്ന് ഒരു നല്ല അനുഭവം നമുക്കുണ്ടാകണമെന്നില്ല. കാരണം തൊഴിൽ സംബന്ധമായോ അല്ലെങ്കിൽ പഠനവുമായിട്ടോ ഏതെങ്കിലും നല്ല കാര്യത്തിന് നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ ആദിത്യൻ്റെ സ്ഥിതി എന്ന് പറയുമ്പോൾ അധികാരി വർഗത്തെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അനുകൂലമായ ഒരു കാര്യം ചിലപ്പോൾ ഉണ്ടാകണം എന്നില്ല. ഒരു തടസ്സമൊക്കെ വരാം, അല്ലെങ്കിൽ അത്ര മെച്ചമല്ലാത്ത ഒരനുഭവം ഉണ്ടായെന്നും വരാം. അതിനാണ് ഞാൻ പറഞ്ഞത് ആദിത്യൻ്റെ ദോഷത്തിന് ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണ്. വ്യാഴത്തെ സംബന്ധിച്ചും അതിൻ്റെ ഗുണമെന്ന് പറയുന്ന ഒരു വർഷമാണ്. ഒരു വർഷക്കാലമാണ് ഒരു രാശി വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ട് ഇടവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മാസമേ ഉള്ളൂ. അപ്പം ആ സമയത്ത് 4-ാം ഭാവത്തിൽ ആദിത്യൻ വന്നു എന്നതുകൊണ്ട് വ്യാഴത്തിൻ്റെ ഗുണം കുറയും എന്നല്ല, തൽക്കാലം അതിനൊരു തടസ്സം എന്ന് സൂചിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മുൻപുള്ളതിൽ നിന്ന് ഒരുപാട് മെച്ചവും മാറ്റവും ഒക്കെ നൽകുന്ന ഒരു മാസമാണ് ഇടവമാസം. എന്നിരുന്നാലും സൂര്യൻ്റെയും ചൊവ്വയുടെയും സ്ഥിതി അനുകൂലമാകണം എന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ഷഷ്ഠി ദിവസമോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ സുബ്രഹ്മണ്യന് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക. മഹാദേവന് ഞായറാഴ്ച ദിവസം അന്ന് തന്നെ യക്ഷിയമ്മയ്ക്കും വഴിപാട് നടത്തുക. ഇങ്ങനെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോൾ അതിന് ഒരു മാറ്റമൊക്കെ വരും. മറ്റൊരു കാര്യം, 7-ാം ഭാവം എന്ന് പറയുന്നത് വിവാഹത്തെയും ദമ്പതിമാരെയും പാർട്ട്ണറെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ചൊവ്വ വരിക എന്ന് പറഞ്ഞാൽ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാം, അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം, മാറ്റിവെക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ പാർട്ട്ണർഷിപ്പ് വ്യവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. ദമ്പതിമാർക്കിടയിലും ചില ഭിന്നതയൊക്കെ വരാം. യാത്രയിൽ അപകട സാധ്യതകളെ പറയാം. കാരണം 7-ാം ഭാവം വഴിയാണ്. വഴിയെന്ന് പറയുമ്പോൾ യാത്രയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിങ്ങത്തിലെ അഗ്നിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തീപ്പൊള്ളൽ വരാം, ചതവ്, മുറിവ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരാം. പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ പേടിപ്പിക്കാനൊന്നുമല്ല. ഇടവമാസം കുറെ കൂടി ശ്രദ്ധിക്കേണ്ട കാര്യത്തെയാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. അല്ലാതെ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ, ഉണ്ടെങ്കിൽ 10 ദിവസത്തിനകം കോടീശ്വരന്മാരാവും, ലക്ഷപ്രഭുക്കളാവും എന്നൊന്നും പറയുന്നതിനൊന്നും യാതൊരു അർത്ഥമില്ല. അസ്ട്രോളജി അല്ലെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നെഗറ്റീവാണെന്നും ആരും പറയണ്ട. ഇതൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടി വരും എന്നതിനെ സംബന്ധിച്ചാണ്. കാരണം സൂര്യൻ്റെ ദോഷത്തിന് ശിവന് ഒരു ധാരയോ ഒരു കൂവളമാലയോ ഒക്കെ സമർപ്പിച്ചാലും മതി. അതുപോലെ യക്ഷിയമ്മയ്ക്ക് ഒരു പറഞ്ഞുവേദ്യം വലിയ ചിലവൊന്നുമുള്ള കാര്യമല്ല. സുബ്രഹ്മണ്യന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഉള്ള വഴിപാടുകൾ നടത്തുക. ഷഷ്ടിവ്രതം അനുഷ്ഠിച്ചാലും നല്ലതാണ്. ഷഷ്ടി ദിവസം സുബ്രഹ്മണ്യനെ പോയി ദർശിച്ചാലും നല്ലതാണ്, പ്രാർത്ഥിച്ചാലും നല്ലതാണ്. പറ്റത്തില്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം പോവുക. അതുമല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസവും ഷഷ്ടിയും ഒക്കെ വരുന്ന നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം വരുന്നുണ്ടെങ്കിൽ അന്ന് പോവുക. ഇതെല്ലാം നല്ല കാര്യം. മറ്റൊരു കാര്യം, തടസ്സത്തെ സൂചിപ്പിക്കുന്നതിന് പരിഹാരമെന്ന് പറയുന്നത് വിഘ്നേശ്വരനാണ്, അതായത് ഗണപതി. സകലതിൻ്റെയും നാഥനാണ്. ഒരു ഗണപതി ഹോമം കൂടി നടത്തിയാൽ ഏറ്റവും മെച്ചമായിട്ട് തന്നെ വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ
നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.